ഹലോ, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പൊടിമുട്ടയുടെ റെസിപ്പി കണ്ടാലോ? പല മസാലകൾ ഉപയോഗിച്ച് ഇത് പലരും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു മസാല യൂസ് ചെയ്ത് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കുവേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. നമ്മുടെ ഈ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ച് അധികം തന്നെ വേണം, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടത്തുള്ളേ. പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ചെറിയ ജീരകം, പെരിഞ്ജീരകം, കടല, ഉഴുന്ന്, കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, 4-5 വെളുത്തുള്ളി, കായപ്പൊടി, മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പക്ഷെ എനിക്കതില്ലാത്തത് കൊണ്ട് ഞാനിവിടെ പൊടി മല്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും അങ്ങ് ഒരുമിച്ചിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. കറിവേപ്പില ജസ്റ്റ് അതിൻ്റെ ആ ഒരു കളർ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം അത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സർ ജാറിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഈ ഒരു മസാല വൺ ടൈം യൂസ് അല്ല കേട്ടോ, നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റുമേ. എഗെയിൻ വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, കുറച്ച് എണ്ണ ആഡ് ചെയ്യുക. വളരെ കുറച്ച് എണ്ണ മാത്രം ഇതിനകത്ത് ആവശ്യമുള്ളേ. വളരെ കുറച്ച് എണ്ണ ആഡ് ചെയ്യുക. ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. 3 എഗ്ഗ് നെടുകെ കീറിയിട്ട് അത് ജസ്റ്റ് ഈ ഒരു ഓയിലിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു പൊടി അതിൻ്റെ മുകളിലോട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. 4 മണി പലഹാരം ഇട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. കൂടെ ഒരു കട്ടനും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ടാറ്റാ ബൈ.